കേരളത്തിൽ ഗുണ്ടാക്രമണങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കുടുംബവും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വിദേശയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഹോളിഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള പൊതുജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാനിത് ഇന്ന് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു കയറി വരുന്നു, അയാൾ ആ വാഹനങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്നു. ആ വീട്ടമ്മ വീടിനുള്ളിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. പോലീസ് എന്ന് പറയുന്നിടത്ത് അയാൾക്കൊരു കോമഡി പോലെയാണ് അയാൾ അവിടെ നിൽക്കുന്നത്. പോലീസ് എന്ന് പറയുന്നത് പുള്ളിക്കാരന് കോമഡി, ആക്രമിക്ക് കോമഡി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഓരോ ദിവസവും കഴിയാൻ നേരത്ത് കേരളത്തിൽ ഈ ഗുണ്ടാസംഘവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ചർച്ചയിൽ പോലും ഗുണ്ടാ സംഘങ്ങൾ എന്നുള്ള രീതിയിൽ ആൾക്കാർ വന്ന് ചർച്ച നടത്തുന്നു. നമ്മൾ ഈ റീൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൻ ഗുണ്ടയും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കുറച്ച് അത് അല്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് അവർ റീൽസ് ഇടുന്നു, ആഘോഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലാകെ സേഫായിട്ടിരിക്കുന്ന ഒരു കുട്ടി മുഖ്യമന്ത്രിയുടെ കൊച്ചുവനായിരിക്കും. കാരണം ആ സെക്യൂരിറ്റിക്കകത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും കുട്ടികളും ഒക്കെ ഇവിടെ സേഫ് അല്ല. ഓരോ ദിവസവും ഇപ്പം തിരുവനന്തപുരത്തൊക്കെ എത്രയോ ക്രൈം ആയി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തിരുവനന്തപുരം, അത് ഈ സംസ്ഥാന ഭരണത്തിന്റെ മൂക്കിൻ മുമ്പത്തുള്ള ഒരു ജില്ലയിലാണ് ഇതെല്ലാം, തലസ്ഥാന ജില്ലയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ജില്ലയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ പണ്ട് KGF സിനിമയൊക്കെ കാണാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ ഈ അധോലോകമാകാൻ വേണ്ടി മുംബൈക്ക് പോകണമെന്ന്. ഇപ്പം അവിടെ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലങ്ങ് നിന്നാൽ മതി, അധോലോകമായി മാറും. ഇപ്പം എല്ലാ സാധനവും കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഗുണ്ട തലവൻ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമകളിലൊക്കെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗുണ്ടാ തലവന്മാരുടെ പാർട്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗുണ്ടാ സംഘങ്ങൾ പാർട്ടി നടത്തുന്നു കേരളത്തിൽ. ഇതിന് വിഷ്വലൊക്കെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും ഇതുപോലെ ഗുണ്ടാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മീഡിയ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത കുറ്റകൃത്യങ്ങൾ കൂടുന്നു. സംസ്ഥാനത്ത് 1.5 വർഷത്തിനിടെ 438 കൊലപാതകം നടന്നു. ഗുണ്ടാക്രമണങ്ങളിലൂടെ 1358 വധശ്രമം നടന്നു. ഓരോ മാസവും കൊല്ലപ്പെടുന്നത് ശരാശരി 33 പേരാണെന്നുള്ള രീതിയിലുള്ള വാർത്ത വരും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്ത് സേഫ്റ്റിയാണ്. നമ്മുടെ കേരള പോലീസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് സഹതാപം തോന്നുകയാണ്. രാജ്യത്തെ ഏറ്റവും നല്ല യൂണിഫോം ഫോഴ്സാണ് കേരള പോലീസ്. അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ഈ ഗുണ്ടാക്രമണങ്ങൾ കൂടുമ്പോൾ ഒരു നാട്ടിൽ ഇതുപോലെ വീട്ടിൽ കയറി അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ഹോളിഡേക്ക് പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ട്രിപ്പിന് പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ഇന്ന് തിരിച്ചെത്തി എന്നൊക്കെ ഉള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനം, ഭാര്യയും കൊച്ചുമകനും ഒപ്പമുണ്ട്. മകളും ഭർത്താവും മന്ത്രിയുടെ റിയാസും ഭർത്താവും ഒക്കെ അതിനു മുമ്പ് ഇന്തോനേഷ്യക്ക് പോയി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടൊത്ത് 2 ആഴ്ച വിദേശയാത്രയിൽ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE പോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കും. അവരുടെ സ്വകാര്യ സന്ദർശനമാണ്. ശരി, സ്വകാര്യ സന്ദർശനമൊക്കെ മുഖ്യമന്ത്രിക്കൊക്കെ പോകാം. പക്ഷെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താ? ഇവിടെ MLA MP അല്ല ഒക്കെ നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇവരിത് നോക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. ഇവരിത് നോക്കുന്നില്ല. ഇവരുടെ സ്വകാര്യ കാര്യങ്ങൾ വേണ്ടി കുടുംബമായി സന്തോഷിക്കാൻ പോകുമ്പോൾ ഇവിടെ സാധാരണക്കാരിയോട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് കയറി ആക്രമണവും തല്ലും ബഹളവും, റോഡിലിട്ട് ആൾക്കാരെ ഇട്ട് അടിക്കുന്നു. റോഡിലൊക്കെ ആൾക്കാരെ ഈ അടുത്ത സമയത്ത് ഒരു പാസ്റ്ററിനെയൊക്കെ റോഡിലിട്ട് അടിച്ചു എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നൊക്കെ. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ആർക്കാണ് ഇവിടെ സെക്യൂരിറ്റി ഉള്ളത്, സേഫ്റ്റി ഉള്ളത്? ആർക്കെങ്കിലും ഇവിടെ സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ടോ? ആ കൂടി ഉള്ളത് ഇവരെ പോലുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയിട്ടായിരിക്കുന്നവർക്കാണ്. അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കൊരു സെക്യൂരിറ്റി വിങ് ഉണ്ട്, അത് കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കൊച്ചുമകനൊക്കെ അത്യാവശ്യം കേരളത്തിൽ ഏറ്റവും നല്ല സേഫ്റ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ വലിയ മോശ അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോൾ റോഡിലൂടെ പോകുന്ന നേരത്ത് കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചവന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പം ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ ബീവറേജിൽ നിന്ന് കിട്ടുന്ന സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഭരണമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അടിച്ചമർത്തുന്നുണ്ടോ ഈ ഇഷ്യൂ? അല്ലെങ്കിൽ നോക്കുകുത്തിയായി നമ്മുടെ സിസ്റ്റം നിൽക്കുന്നു. വീട്ടിൽ അതിക്രമം നടക്കുന്നു, വീട്ടിൽ കയറി കാറ് തല്ലിപ്പൊളിക്കുന്നു, അവരുടെ വീട് തല്ലിപ്പൊളിക്കുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു മനുഷ്യന്മാരുടെ. ഈ ഒരു സമയത്ത് ഇവരൊക്കെ ഹോളിഡേ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാ ഇങ്ങനൊരു സിസ്റ്റം തന്നെ എന്തിനാ? നമ്മുടെ പോലീസ് എന്ന് പറയുന്ന സിസ്റ്റത്തെ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അടിച്ചമർത്താനുള്ള കാര്യമുള്ളൂ. നേരത്തെയൊക്കെ നമ്മൾ ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ ഗുണ്ടാരാജാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ പല സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പല ക്യാരക്ടറും നമ്മൾ കണ്ടിട്ടുണ്ട് ഗുണ്ടകളുടെയൊക്കെ. ഇതൊക്കെ റിയൽ ലൈഫിൽ ഇപ്പം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്ന് വലിച്ചു കയറ്റിയാണ് ഓപ്പോസിറ്റ് ഒരു നിൽക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ മലയാളി ജീവിക്കുന്നത്. റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താകുമെന്നോ, വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തിനു വേണ്ടിയാണ് പിന്നെ ഒരു ഭരണം എന്ന് പറയുന്നത്? ഒരു ഗവൺമെൻറ് എന്തിനാണ്?
ഗവൺമെൻറ് തലവൻ ഈ ഇഷ്യൂ നടക്കുമ്പോൾ, ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ പുള്ളിക്കാരൻ കുടുംബമായിട്ട് ആഘോഷിക്കുകയാണ്. കഷ്ടം തന്നെ. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി.